ഇത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നായിരുന്നു എന്നാണ് പരാതി ഉയർന്നത്. ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് ഇവർ ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലെത്തി ചുങ്കത്ത് നിന്നും ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ്, കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അന്നേരത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ചെയ്താന്ന് അറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഒടുവിൽ അത് സംഭവിച്ചു. പന്നനാറിയെ അറസ്റ്റ് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നടന്ന ഒരു സംഭവം വളരെ നാടകീയമായ ഒരു സംഭവം തന്നെയാണ്. ഏറ്റുമാനൂർ പോലീസ് ഷൈനിയെയും ഷൈനിയുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിയിട്ട അവരുടെ ഭർത്താവായ നോബിയെ അറസ്റ്റ് ചെയ്തു. അവനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിക്കൊണ്ടാണ് അവനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അവനെ പൊക്കി. മെയിൻ ചാനലുകാരൊക്കെ ഇപ്പോഴാണ് ഒന്ന് പൊങ്ങി വരുന്നത്. ഇപ്പോഴാണ് ചില ന്യൂസുകാരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഞാനിപ്പോൾ കണ്ടു. അവരൊക്കെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഇവർക്ക് ഇതൊന്നും വലിയൊരു വിഷയമേ അല്ലായിരുന്നു. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരമ്മ ട്രെയിനിന് മുമ്പിൽ ചാടിയ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ആ അമ്മ ട്രെയിനിലെ പാളത്തിൽ ഇരുന്നു കൊണ്ട് എത്ര നേരം പൊട്ടിക്കരഞ്ഞു കാണും. അതൊന്നും ഈ പറയുന്ന മീഡിയക്കാരുടെ ഒന്നും കണ്ണു തുറന്നില്ല. അവർക്ക് ആനയടഞ്ഞാൽ അവർക്ക് അത് വലിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസാണ്. അതുപോലെ തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവാണ്. ഒരു സിനിമയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂസീവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെടുക്കില്ല. എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികമായിട്ട് ഉന്നതങ്ങളിൽ നിൽക്കുന്നവനും അതോടൊപ്പം തന്നെ അച്ഛനും ഒക്കെ ആണല്ലോ. അതും സഭയിൽ നല്ല പിടിപാടുള്ളവരൊക്കെ അല്ലയോ. അതുമാത്രവുമല്ല സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റുമാണ്. അപ്പോൾ ഈ കേസ് അങ്ങനെ എടുക്കത്തില്ല. ഇവിടെ നഷ്ടപ്പെട്ടത് ഷൈനിക്കും ഷൈനിയുടെ പിള്ളേരുമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. അവരുടെ ഈ ഷൈനിയുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബക്കാർക്കുമാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഓരോ നാട്ടുകാരുടെയും നോവായിട്ട് നിൽക്കുകയാണ് ഈ ഷൈനിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളും. ഇന്നലെ ഈ നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവൻ ഇന്നലെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇവനെ വിങ്ങിപ്പൊട്ടലും അതോടൊപ്പം തന്നെ ഇവന് കുറ്റബോധവും ഇവൻ അടിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഇവനങ്ങ് സമ്മതിക്കുകയാണ്. എന്തായാലും ഈ മറുനാടിൽ വന്നൊരു വാർത്തയുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചുങ്കം സ്വദേശിയായിട്ടുള്ള നോബിയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷൈനിയുടെ 10-11 വയസ്സുള്ള അലീനയും ഇവാനയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നായിരുന്നു എന്നാണ് പരാതി ഉയർന്നത്. ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് ഇവർ ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലെത്തി ചുങ്കത്ത് നിന്നും ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ്, കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തലകുമ്പിട്ടിരുന്ന് വിങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ CI പറഞ്ഞത്. കുറ്റബോധത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, അങ്ങനെ തൻ്റെ ഭാര്യയും 2 മക്കളെയും നഷ്ടമായി, അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് വിശദമായി തന്നെ അയാളെ ചോദ്യം ചെയ്തു. അവസാനം താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ മർദ്ദിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇതോടുകൂടിയിട്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറ്റബോധത്തോടുകൂടി തല കുമ്പിട്ട് നിൽക്കാൻ നീ ആരടാ? നിനക്ക് എന്തിൻ്റെ കുറ്റബോധമാടാ? ഒരമ്മ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് റെയിൽവേ പാളത്തിൽ നിന്നുകൊണ്ട് എത്ര കരഞ്ഞിട്ടുണ്ടാകൂടാ? ആ കരഞ്ഞതിനൊക്കെ കണക്ക് നീ ബോധിപ്പിക്കാതെ നീ മാറാൻ പറ്റുമോ? നീ ഇവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരയുന്നു, നിനക്ക് സങ്കടമുണ്ടെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ നിന്റെ ഡ്രാമയിലിടാ. എടാ, നിന്റെ ചേട്ടൻ കള്ളപ്പാതിരി അവൻ പറഞ്ഞു തന്ന ഡ്രാമയിലിടാ ഇതെല്ലാം. എടാ, ഇവിടെ വന്ന് ഇങ്ങനെ കരഞ്ഞാൽ മതി, നീ അങ്ങ് കുറ്റം സമ്മതിച്ചോ, എനിക്ക് രക്ഷപ്പെടാം എന്നുള്ള രീതി നീയൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലോടാ. എടാ, നിനക്ക് കുറച്ചെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്ന് നോബി,
ഉണ്ടായിരുന്നുവെങ്കിൽ നീ ആ പിള്ളാരെയും ഈ തള്ളയെയും നീ ചേർത്ത് പിടിച്ചേനെ. ഇല്ലയോടാ, കുടുംബത്തിൽ എല്ലാവർക്കും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും നീ അവരെ ചേർത്ത് പിടിച്ചേനെ. അതില്ല നിനക്ക്. നീ ചുക്കിനും ചുണ്ണാമ്പിനും നിന്നെ കൊണ്ട് കൊള്ളില്ല. മദ്യവും മയക്കുമരുന്നും അടിച്ചു കയറ്റി നീ വേറൊരു ലെവലാണ് നീ. അപ്പോൾ നിനക്ക് എവിടുന്നടാ ഈ കുറ്റബോധം? എടാ, ഓരോ പെൺകുട്ടികളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ്. എടാ, നിനക്കില്ലായിരുന്നോടാ രണ്ട് മാലാക പോലത്തെ പിള്ളേര് ഇല്ലായിരുന്നോടാ? നിന്നെ ആ പെൺകുട്ടികൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നോടാ? അതിൻ്റെ സ്നേഹം പോലും ഏറ്റുവാങ്ങാനുള്ള ഒരു ക്വാളിറ്റി നിനക്കില്ലാതായി പോയല്ലോടാ. എന്നിട്ട് നീ ഇവിടെ വന്നിട്ട് പോലീസിന്റെ മുമ്പിൽ വന്നിട്ട് നീ വലിയ മാന്യത കളിക്കുന്നു, നീ പൊട്ടിക്കരയുന്നു, നിനക്ക് സങ്കടം, മാങ്ങാത്തൊല്ലി, നിനക്ക് ശകലം പോലും സ്നേഹമില്ലായിരുന്നു. നീ എന്തിനാ പൊട്ടിക്കരയുന്നത്? എന്തിനാണ് നീ പൊട്ടിക്കരയുന്നത്? ഇതെല്ലാം നിന്റെ ചേട്ടൻ കാമത്തവളയായിട്ടുള്ള പാതിരിയായിട്ടുള്ള മുത്തുച്ചിപ്പി ഫാദറിന്റെ ഐഡിയയിലൂടെ ഇതെല്ലാം അല്ലേ? അവനെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു സൈൻ ഇടാൻ വേണ്ടി ഒരു ലിങ്ക് ഇട്ടിരുന്നു, അത് പെറ്റീഷൻ ലിങ്ക്. അതിൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ 14,000-ന് മുകളിൽ ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ആൾക്കാർ സൈൻ ചെയ്യാനുള്ളവരൊക്കെ ചെയ്ത് ഈ പറയുന്നവനെ ആസ്ട്രേലിയയിൽ നിന്ന് നാട്ടി വരുത്തൂ. ഇവനിൻ്റെ അകത്ത് പങ്കുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കാത്തതിലുള്ള പങ്ക്. ഈ പറയുന്ന നോബിക്ക് ഇത്രമാത്രം കുറ്റബോധം തോന്നാൻ എന്താണ്? അവൻ ഇവരുടെ മൃതദേഹം അവരുടെ പള്ളിയിൽ തന്നെ അടക്കം ചെയ്യാൻ അനുവദിച്ചോ? അതുപോലുമില്ല. ആ മൃതശരീരത്തെ വരെ ഇവൻ ആ മൃതശരീരത്തോട് വരെ പക കാണിച്ചില്ലേ? അവന്റെ ദേവാലയത്തിലല്ലേ കൊണ്ട് അടക്കിയത് അല്ലേ? ഇവനാണോ കുറ്റബോധമുള്ളത്? ഇവനെ ഇപ്പം നാട്ടുകാരുടെ രോഷവും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇത്രയും ആൾക്കാർ, ഇത്രയും റിയാക്ഷൻ ചാനലുകാരും അതോടൊപ്പം തന്നെ മറുനാടൻ പോലുള്ള i2i പോലുള്ള അങ്ങനെയുള്ള ചാനലുകാരൊക്കെ ഇതൊക്കെ എടുത്തു ചെയ്തതുകൊണ്ട് ഇവന് നിക്കക്കണ്ണിയില്ല. ഇവനെതിരെ കേസ് എടുത്തേ പറ്റൂ എന്ന് പോലീസ് എത്തിയതോടുകൂടി തന്നെ ഇവന് ഇങ്ങനെ വന്നൊരു കുറ്റബോധത്തിലും ഇവൻ അങ്ങ് സമ്മതിക്കുകയാണ്. ഇവൻ ഇവിടെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ഇവൻ എത്തുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇവൻ്റെ അച്ഛൻ അവന് പിടിപാടുണ്ട്, അവന് പ്രൊട്ടക്ഷനായിട്ട് സഭയുണ്ട്. കാരണം സഭയ്ക്ക് ഇവനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം സഭയുടെ കള്ളക്കളികളൊക്കെ വാദിച്ചിട്ടുള്ള വക്കീലായിരിക്കും ഈ പറയുന്ന ഈ ബോബി എന്ന് പറയുന്ന ഈ കാമ അച്ഛൻ. അതുകൊണ്ട് ഈ പറയുന്ന പാതിരിയെ സപ്പോർട്ട് ചെയ്യാനിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവൻ ഇത്ര കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഈ ഷൈനി ഈ പറയുന്ന നോബിയുടെയും കുടുംബത്തിൻ്റെയും ഉപദ്രവങ്ങൾ സഹിക്കാനാകാതെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഡൈവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഒപ്പും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഈ പറയുന്നവൻ നാട്ടിലെത്തിയിട്ടും അത് ചെയ്യുന്നില്ല. ഈ ഷൈനിയുടെ സഹോദരിക്ക് കൊടുത്ത ഒരു വോയിസ് നോട്ടിൻ്റെ അകത്ത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പെൺകുട്ടികളെ ഈ പറയുന്നവൻ്റെ വീട്ടിൽ വിട്ടു. എന്നിട്ട് പോലും അവനൊരു ഇതുമില്ലെന്നേ, അവനൊരു കൂസലുമില്ല. അവൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയും ജീവിച്ചോളാൻ. അങ്ങനെയുള്ളവനാ ഇവിടെ വന്നിട്ട് കുറ്റബോധം. എന്തായാലും ഷൈനി കൂട്ടുകാരിയോട് പറഞ്ഞ ആ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഫെബ്രുവരി 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അന്നേരത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ ആക്കി വെക്കാമോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ചെയ്താന്ന് അറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. കേട്ടോ, ഒരു തീരുമാനവും ആകുന്നില്ല. അവൻ സൈൻ പോലും ഇടുന്നില്ല. അവൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ കാര്യം തന്നെയാണ് ഇവിടെ ഷൈനി പറഞ്ഞത് അല്ലേ? ഈ പറയുന്ന പരനാറി വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അവന് പൂക്കണ്ണീര്. എടാ നിനക്കെന്തിനടാ പൂക്കണ്ണീര്? നിനക്കെന്തിനാണ് പൂക്കണ്ണീര്? നിനക്കെന്തിനാണ് കുറ്റബോധം? നിന്റെ കുറ്റബോധമെല്ലാം നിന്റെ ഡ്രാമയാണ്. ഈ പറയുന്ന ഷൈനിയുടെയും പിഞ്ചു മക്കളുടെയും മൃതദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ നോബിയുടെ ആംബുലൻസിന്റെ നേരക്ക് നിന്നുകൊണ്ട് ജനങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ സൈഡിൽ വെക്കാം, നിങ്ങൾ അതോടൊന്ന് കേട്ടു നോക്കി. കേട്ടോ ജനങ്ങളവിടെ പറഞ്ഞത് കേട്ടോ? ജനരോഷമാടാ, ജനരോഷം. അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് ഒരു അറസ്റ്റെങ്കിലും കിട്ടിയത്. ഇല്ലായിരുന്നുവെങ്കിൽ പാപം ഷൈനിക്ക് നീതി എന്ന് പറയുന്നത് കിട്ടത്തില്ല. അതാണ് ഇവിടെ ജനങ്ങൾ പറഞ്ഞത് കേട്ടോ. കൊണ്ട് തിന്നടാം. അതോടൊപ്പം തന്നെ പറഞ്ഞ കള്ള പാതിരി അച്ഛൻ
അവനെയും ഇവർ പഞ്ഞിക്കിടുന്നുണ്ട്. അവനൊക്കെ അവിടെ എത്തിയിരുന്നെങ്കിൽ കൃത്യമായിട്ടും ജനങ്ങൾ നല്ല മറുപടി കൊടുത്തേനെ. ഇപ്പോഴും ജനങ്ങളുടെ രോഷം അടങ്ങിയിട്ടില്ല. കാരണം കള്ളപ്പാതിരിയെ അവിടെ നിന്ന് നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവനെതിരെയും കേസെടുക്കണം, അവനെയും ശിക്ഷിക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. ഇതിവിടം കൊണ്ടൊന്നും തീരത്തില്ല. ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുന്നിടം വരെ എല്ലാവരും ഉണർന്നു തന്നെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.